സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ഈ മജ്ലിസ് അവിടുന്ന് പരിശുദ്ധമായ റൗളയിൽ നിന്ന് ഈ മജ്ലിസ് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വെള്ളിയാഴ്ച രാവിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൻ്റെ ഉമ്മത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഖബറിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ഖബർ ഷരീഫിൽ വെച്ചുകൊണ്ട് കാണാനുള്ള കഴിവ് പടച്ച തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച രാവാണ്. ഇന്ന് ചൊല്ലുന്ന ഓരോ സലാമിനും ഓരോ സലാത്തിനും പ്രത്യേകതകളുണ്ട്. മറ്റുള്ള ദിവസങ്ങളിൽ നാം ഒരു സലാത്ത് ചൊല്ലുമ്പോൾ ഒരു സലാം പറയുമ്പോൾ അതൊക്കെ എത്തിക്കാൻ അതിനു വേണ്ടി പ്രത്യേകക്കാരായ മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നാം ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അതൊക്കെ ഡയറക്റ്റായിക്കൊണ്ട് നേരെ തന്നെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുകയാണ്. അവിടുന്ന് ആ സലാമിനെ നമുക്ക് വഅലൈക്കും അസ്സലാം എന്നുള്ള സലാം നമുക്ക് മടക്കപ്പെടുന്ന മഹത്തായ വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്കിച്ച് മനസ്സിൽ താലോലിച്ച് അവിടുത്തെ ഇഷ്ടം വിളിച്ചോടുന്ന രൂപത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മൾ ഓരോരുത്തരും വളരെയധികം ഭാഗ്യം ചെയ്തവരാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്നത് അവർ എന്നും സ്മരിക്കപ്പെടേണ്ടവരാണ്, എന്നെന്നും വാഴ്ത്തപ്പെടേണ്ടവരാണ്. അതിന്റെ പേരിലാണ് മറ്റുള്ള ഒരുപാട് നാമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഹമ്മദ് എന്നുള്ള പേര് പ്രത്യേകമായി അല്ലാഹു നൽകാനുള്ള കാരണം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വാഴ്ത്തപ്പെടേണ്ടവർ എന്നാണ്. എന്നെന്നും വാഴ്ത്തപ്പെടണം. ആരൊക്കെ നബിയെ വാഴ്ത്താനും വാഴ്ത്തുന്നതും അതുപോലെ തന്നെ മൗലിദ് ചൊല്ലുന്നതും അതുപോലെ തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഘോഷയാത്രകളും മറ്റുമൊക്കെ നടത്തി ആ നടത്തുന്നതിനെ വിമർശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയലിനെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ചാലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്തുക എന്നുള്ളത് അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്. അത് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നടന്നുകൊണ്ടിരിക്കും. നബിയെ താങ്കളെ പറയലിനെ നാം ഉയർത്തിയിരിക്കുന്നു. അതിൽ ധാരാളം നടക്കും. ആരൊക്കെ ഇതിനെ വിമർശിക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ടോ അതിൽ ഉപരിയായി അതിൽ കൂടുതലായി ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കൽ കൂടിക്കൊണ്ടേയിരിക്കും. അതിന് ഒരു നിലക്കുമുള്ള കുറവ് അല്ലാഹു വരുത്തുകയില്ല. അങ്ങനെ ആ ഹബീബിനെ മഹബത്ത് വെച്ചിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരന്മാരെ, അല്പസമയം ഹബീബിനെ ഇഷ്ടം വെച്ചുകൊണ്ട് മജ്‌ലിസിൽ നമ്മൾ ഒരുമിച്ചില്ലോ. എന്നാൽ ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്കൊന്നറിയണോ? അല്പസമയം നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? മഹാനായ ഇമാം സയ്യിദുൽ ബഖരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്, മജ്‌ലിസുൻ യുദ്കറു ഫീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയപ്പെടുന്ന ഒരു മജ്‌ലിസ്, അത് മദ്രസയായാലും പള്ളിയായാലും ഈ വീടായ
പോയാലും എവിടെയൊക്കെ സ്റ്റേജ് കെട്ടിക്കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നുണ്ടോ, ഓർക്കുന്ന വീടുകളുണ്ടോ, ഓർക്കുന്ന നാടുകളുണ്ടോ, പറയപ്പെടുന്ന ഏതെല്ലാം വേദികളുണ്ടോ, അവിടെയെല്ലാം അവിടുന്നെല്ലാം നബതു ഫീഹി റായിഹത്തുൻ തഖ്തരിഖു السماوات السبع حتى تنتهي إلى العرش. ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഒരു മനുഷ്യൻ പങ്കെടുത്താൽ ആ മജ്ലിസിൽ നിന്ന് ഒരു പ്രത്യേക വാസന ഇങ്ങനെ വരികയാണ്. റസൂലുള്ളാഹിനെ പറ്റി പറയുന്ന മജ്ലിസാണ്. റസൂലുള്ളാഹിന്റെ സ്വലാത്തിനെ പറ്റി, അവിടുത്തെ ജീവിതത്തെ പറ്റി, അവിടുത്തെ ജനന സമയത്തുള്ള പ്രത്യേകതകളെ സംബന്ധിച്ചൊക്കെ അങ്ങനെ വിവരിക്കുന്ന ഒരു സദസ്സിൽ പങ്കെടുക്കുമ്പോ ആ സദസ്സിൽ നിന്നൊരു പ്രത്യേകമായ സുഗന്ധം, ഒരു പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. എവിടേക്കാണ് അടിച്ചു വീശുന്നതെന്നറിയുമോ? ഏഴ് ആകാശത്തിലേക്ക് ആ സുഗന്ധം അടിച്ചു വീശുന്നതാണ്. അർശിലേക്ക് മുട്ടുമാറ് ആ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. ഈ മജ്ലിസ് ഒരു വീട്ടിലാണ് നടക്കുന്നത് എങ്കിലും ഈ മജ്ലിസിൽ നിന്ന് എപ്പോഴോ ഇതിന്റെ സുഗന്ധങ്ങളും അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നു. അടിച്ചു വീശുകയാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന, മൗലിദ് ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, അവിടുത്തെ ജീവിത കഥകൾ പറയുന്ന മജ്ലിസിൽ നിന്ന് പ്രത്യേകമായ പരിമളം ഇങ്ങ് അർശ് വരാതെ അടിച്ചു വീശുകയാണ്. ويجد كل من خلق الله تعالى ريحا في الأرض غير الإنس والجن. മജ്ലിസിൽ നിന്ന് ഉയർന്നു വരുന്ന സുഗന്ധമുണ്ടല്ലോ, പരിമളമുണ്ടല്ലോ, ഇതിന്റെ ശ്വസിക്കാൻ കഴിയുന്ന സുന്ദരമായ പരിമളത്തിന്റെ വാസനയുണ്ടല്ലോ, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും അതിന്റെ വാസന എത്തുന്നതാണ്. മനുഷ്യർക്കും ജിന്നുകളുമല്ലാത്ത സർവ ജീവജാലകൾക്കും ഈ പരിശുദ്ധമായ മജ്ലിസിൽ നിന്ന് വരുന്ന വാസന എല്ലാ ജീവജാലങ്ങൾക്കും സൃഷ്ടികൾക്കും എത്തുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി. നമുക്ക് മനുഷ്യർക്കും ജിന്നുകൾക്കും ഒഴിച്ച് ബാക്കി എല്ലാ ആളുകൾക്കും അതിന്റെ പരിമളം ശ്വസിക്കാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട മഹാന്മാര് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ മജ്ലിസ് ചില്ലറ മജ്ലിസല്ല. ഇവിടുന്ന് അർശ് വരെ ഈ വീട്ടിൽ നിന്ന് സുഗന്ധം ഇങ്ങനെ, ഈ നെയ്ച്ചോറിന്റെ ബിരിയാണിന്റെ മണല്ല ഈ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. അതല്ല, ഇവിടുന്ന് റസൂലുള്ളാഹിനെ പറ്റി പറയുന്ന മജ്ലിസിൽ നിന്ന് പ്രത്യേക ഒരു വാസന ഇങ്ങനെ പോകുന്നുണ്ട്. അത് മനുഷ്യരായ നമുക്കും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധന ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ച മറ്റൊരു വിഭാഗമാണ് ജിന്ന് വിഭാഗം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അത് വേറൊരു ഭാഗമാണ്, അവിടെ പോകുന്നില്ല. ജിന്ന് വർഗത്തെയും മനുഷ്യരെയുമാണ് അല്ലാഹുവിന് ആരാധന അർപ്പിക്കാൻ വേണ്ടി പടച്ചത് എങ്കിൽ ആ മനുഷ്യർക്ക് ഇത് ശ്വസിക്കാൻ കഴിയില്ല. എന്തോ അവർക്ക് ശ്വസിക്കാൻ കഴിയാത്തത്? ആ കഴിയാത്തതിന്റെ കാരണം എന്താണെന്നറിയുമോ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസിൽ നിന്ന് വരുന്ന വാസനയെങ്ങാനും അവർക്ക് ശ്വസിക്കാൻ കഴിഞ്ഞാൽ അവർ അവരുടെ ജീവിതം തന്നെ മറന്നു പോകുന്നതാണ്. അവരുടെ കുടുംബ ജീവിതം മറന്നു പോകുന്നതാണ്. അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളൊക്കെയും അവർ മറന്നുപോയിട്ട് ഹബീബിനെ മാത്രം അവർ സ്നേഹിക്കുന്ന വിഭാഗമായി തീരുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി.
അപ്പൊ ഇതിന്റെ പ്രത്യേകത എത്രത്തോളമാണ്. എന്നാൽ അല്ലാഹുവിന്റെ ജീവജാലങ്ങളിൽ നിന്ന്, സൃഷ്ടിജാലങ്ങളിൽ നിന്ന് ഏതെല്ലാം നിലക്കുള്ള സൃഷ്ടികളുണ്ടോ, മലക്കുണ്ടോ, അവർക്ക് ഇതിന്റെ വാസന എത്തിക്കഴിഞ്ഞാൽ ഈ മജ്‌ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും അവർ പൊറുക്കലിനെ തേടുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് സ്വലാത്തിലത്ത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് സ്വലാത്തിൽ നിന്ന് പിന്നാലെ പോകരുത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഈ മജ്‌ലിസിൽ നിന്ന് ഉയർന്നു വരുന്ന ആ വാസന ഏതൊക്കെ സൃഷ്ടികള് വാസനിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഏതൊക്കെ മലക്കുകൾ അത് വാസനിക്കുന്നുണ്ടോ, അവരൊക്കെയും ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അല്ലാഹുവേ അവന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ വിട്ടുകൊടുത്ത് മാപ്പ് നൽകണേ അല്ലാഹ്, അവന്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട മഹാന്മാർ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല വയുക്തബുലഹും ബിഅദദി ഹാദൽ ഖൽഖി കുല്ലിഹിം ഹസനാത്ത്. ഏതെല്ലാം സൃഷ്ടികളും ഈ വാസന ശ്വസിക്കുന്നുണ്ടോ അവരെ എണ്ണം കണ്ടിട്ട് ആ മജ്‌ലിസിൽ പങ്കെടുത്ത് എല്ലാവർക്കും അല്ലാഹു നന്മകൾ എഴുതപ്പെടുന്നതാണ്. ഈ വീട് മുതൽ അർശ് വരെ എത്ര ആകാശങ്ങളുണ്ട്, അതിന്റെ ഇടയിൽ എത്രത്തോളം ജീവജാലങ്ങളുണ്ട്, അതിന്റെ എണ്ണമനുസരിച്ചിട്ട് നമ്മുടെ നന്മയുടെ കിതാബിൽ അവറ്റങ്ങളുടെ എണ്ണമനുസരിച്ച് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മജ്‌ലിസിൽ പങ്കെടുത്ത ആ വാസന ശ്വസിക്കാൻ കഴിഞ്ഞ എല്ലാവരുടെയും എണ്ണം കണ്ടിട്ട് അവർക്ക് നന്മ അല്ലാഹു എഴുതപ്പെടുന്നതാണ്. പോലെ ഈ മജ്‌ലിസിൽ നമ്മൾ വെറുതെ ഇങ്ങനെ കേട്ടപ്പോൾ ഒന്ന് കേറി വന്ന് ഈ ഇരുന്നതിന്റെ ഗുണം എത്രയാണ്. നമ്മൾക്ക് വേണ്ടി ഈ ലോകത്തുള്ള ഈ വാസന ശ്വസിക്കുന്ന എല്ലാവരും, മലക്കായാലും മറ്റുള്ള ജീവജാലങ്ങളായാലും നമ്മൾക്ക് പൊറുക്കലിനെ ചോദിക്കുന്നു. മാത്രമല്ല നമുക്ക് നന്മകളെ എഴുതപ്പെടുന്നു. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ പ്രത്യേകത എത്രയാണ്. വയുർഫഉ ദറജാത്ത്, അവർക്കുള്ള സ്വർഗത്തിലുള്ള പദവികളൊക്കെ അല്ലാഹു ഉയർത്തുന്നതാണ്. ഈ ജീവജാലങ്ങളുടെ വാസനിച്ച ആ വാസനയുടെ എണ്ണത്തിന്റെ കണക്കനുസരിച്ച് എല്ലാവരുടെയും ദറജ അല്ലാഹു മജ്‌ലിസിൽ പങ്കെടുത്ത എല്ലാവരുടെയും സ്ഥാനങ്ങൾ അല്ലാഹു ഉയർത്തുന്നതാണ്. സവാഉൻ കാന ഫിൽ മജ്‌ലിസി വാഹിദുൻ, ആ മജ്‌ലിസിൽ ഒരൊറ്റാൾ പങ്കെടുത്താൽ തന്നെ, ഒരാൾ പങ്കെടുത്തിട്ടുള്ളൂ. നമ്മൾ ആ സ്ഥലത്ത് നമ്മുടെ വീട്ടുകാർ ഇവിടെയൊക്കെ കൂടി ഇതിന്റെ പ്രവർത്തനമൊക്കെ നടന്നു അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരാൾ മാത്രമേ വന്നുള്ളൂ. ആ വന്ന ആൾക്ക് വന്നതിന്റെ പേരിൽ, ആ മജ്‌ലിസിൽ പങ്കെടുത്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദോഷങ്ങൾ പൊറുക്കാനും നന്മകൾ ലഭിക്കാനും അതുപോലെ തന്നെ അവന്റെ ദറജകൾ ഉയർത്താനും അല്ലാഹു മജ്‌ലിസ് കൊണ്ട് കാരണമാക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില്ലറ പവറല്ല ഹബീബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഒരുപാട് പ്രത്യേകതകൾ എപ്പോഴും അല്ലാഹുവിന്റെ പേരിനോട് ചേർത്ത് വെച്ച ഒരു നാമമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എപ്പോഴും അല്ലാഹുവിന്റെ നാമത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എത്രത്തോളമാണ് അംഗീകാരം കൊടുത്തത്, പദവി കൊടുത്തത്.
മുൻകാലങ്ങളിൽ കഴിഞ്ഞ പ്രവാചകന്മാർ അതുപോലെ തന്നെ വസ്തുക്കൾ അതുകൊണ്ടൊക്കെയും ഹബീബിന് അംഗീകാരം കൊടുത്തതിന്റെ എത്രയോ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. ആ ഹബീബ് ചില്ലറക്കാരനല്ല. ഹബീബിനെ മുറുകെ പിടിച്ചാൽ നമ്മളുടെ ഇഹപര വിജയം അല്ലാഹു രക്ഷപ്പെടുത്തും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും മഹാനായ ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നീണ്ട ഒരു യാത്ര പോയ ഒരു സംഭവം സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന ഒരു സൂറത്തിൽ വിവരിക്കുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ മുതൽ അതുപോലെ തന്നെ നമ്മളുടെ വെള്ളിയാഴ്ച നമ്മളെ ജുമാ കഴിയുന്നതിനുള്ളിലായിക്കൊണ്ട് അൽ കഹ്ഫ് സൂറത്ത് ഓതിയാൽ വളരെ സുന്നത്തുള്ള കാര്യമാണ്. അത് ഓതിയാൽ ഈ വെള്ളിയാഴ്ച മുതൽ അതിന്റെ അടുത്ത വെള്ളിയാഴ്ച വരെ അവൻ ഓടിക്കഴിഞ്ഞാൽ അവനിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാണെന്നും അവർ മരിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ചോദ്യമില്ല എന്നൊക്കെ മഹാന്മാരായ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചു. അത്രക്കും വളരെ പ്രത്യേകതയുള്ള സൂറത്തുൽ കഹ്ഫിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇങ്ങനെ യാത്ര പോയി ഒരു ദാഹിച്ച അവസരമായിക്കൊണ്ട് ഒരു നാട്ടിലെത്തിയപ്പോ അവരോട് അല്പം വെള്ളം ചോദിച്ച സമയത്ത് അവര് വെള്ളം കൊടുത്തില്ല. അങ്ങനെ